വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇൻട്രോയിൽ കണ്ട പോലെ ഇന്ന് നമ്മളൊരു ട്രിപ്പിൻ്റെ വീഡിയോ അല്ല ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ കൃഷിയുടെ നിലമൊരുക്കി നടുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ 1-2 ദിവസം നിലവൊരുക്കൽ തന്നെയായിരുന്നു കേട്ടോ മെയിൻ പരിപാടി. അമ്മയും ഞാനും അനിയനും ഭാര്യയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് വെയിലൊക്കെ ഒന്ന് താന്ന് കഴിയുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ വയലിലേക്ക് ഇറങ്ങാറ്. കാരണം ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കുമല്ലോ. വീഡിയോ എടുക്കുക എന്നുള്ള വ്യാജേന ഞാൻ പണിയൊന്നും എടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. അനിയനും ഭാര്യയും കൂടിയിട്ട് ഇതേപോലെ ആദ്യം നമ്മൾ വയലൊന്ന് കിളച്ച് മറച്ചിടും. എന്നിട്ട് അമ്മയാണ് അത് തട്ടിക്കൂട്ടി പൊടിച്ചിട്ട് ചെറിയ കുഴികളെടുത്തിട്ട് അതിൽ പച്ചക്കറി നടാൻ വേണ്ടി പോകുന്നത്. പയറ് ഞങ്ങൾ ഒരാഴ്ച മുന്നേ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പയർ ഏറെക്കുറെ ഈ ഒരു വലുപ്പത്തിലേക്ക് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ബാക്കി പച്ചക്കറികൾ നടുമ്പോൾ. കൃഷിയൊക്കെ വയലിലായതുകൊണ്ട് ഇതുപോലെ കവറിലാക്കിയിട്ട് വേണം നടാൻ, ഇല്ലെങ്കിൽ മൊത്തം ഞണ്ട് കടിച്ചു മുറിക്കും. ദേ നമുക്ക് നടാനുള്ള വെണ്ടയും തക്കാളിയും പയറും പച്ചമുളകും ഒക്കെ ഇങ്ങനെ ട്രെയിൽ നിരന്ന് വെപ്പുണ്ട് കേട്ടോ. ഇത് നമ്മൾ മുളപ്പിച്ചതല്ല കേട്ടോ, നമ്മളിത് നഴ്സറിയിൽ നിന്ന് പോയിട്ട് ഡയറക്റ്റ് വാങ്ങുകയാണ് ചെയ്തത്. ഓരോ പച്ചക്കറി നടാനുള്ള ഏരിയയും സെപ്പറേറ്റ് തിരിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ കുഴികളാക്കിയിട്ട് അതിനകത്തേക്ക് ആദ്യം ചാണകപ്പൊടി ഇടുകയാണ് ചെയ്തത്. അതിനുശേഷം ട്രെയിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് പറിച്ച് നമ്മുടെ കുഴിയിലേക്ക് നടുകയാണ്. ഈ ട്രെയിൽ നിന്ന് പറിക്കുമ്പോൾ ശരിക്കും സൂക്ഷിക്കണം, കാരണം നമ്മളെ തണ്ട് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ട്രേ ചെറുതായിട്ട് കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് നനച്ചിട്ടാണ് ഇതിങ്ങനെ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് ഇളകിപ്പോരും. ഇതുപോലെ ഗ്ലാസ് വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഇല്ലെങ്കിൽ ഒരു തൈ പോലും ഉണ്ടാവത്തില്ല, എല്ലാം ഞണ്ട് കടിച്ചു മുറിക്കും. അങ്ങനെ നമ്മൾ തൈ നടയിൽ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏറെക്കുറെ 15 ദിവസങ്ങൾക്ക് ശേഷം ഇതാണ് നമ്മുടെ പച്ചക്കറിയുടെ അവസ്ഥ. നമ്മുടെ തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ പയറൊരു സ്റ്റേജ് എത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ദിവസവും വന്നിങ്ങനെ കെട്ടി ആ തൂണിലേക്ക് കയറ്റി വിടണം. ഇല്ലെങ്കിൽ അത് നിലത്ത് കൂടെ പടരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും വൈകിട്ട് വന്നിട്ട് നമുക്ക് ഇതേപോലെ കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമാണ്. ഈ തോട്ടിൽ നിന്നാണ് നമ്മൾ നനയ്ക്കാൻ വേണ്ടി വെള്ളം എടുക്കുന്നത്. നമ്മുടെ ചോളം കണ്ടില്ലേ, ഇത്ര വലുപ്പമായിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അച്ഛൻ വളരെ കാര്യമായിട്ട് തന്നെ നമ്മുടെ പയറിനെ പിടിച്ച് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു തേരാപ്പാര വെറുതെ നടക്കുകയാണ് തോട്ടത്തിലൂടെ. വെണ്ടയ്ക്കത് ഈ വലുപ്പത്തിലായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കോളിഫ്ലവറും ബ്രോക്കോളിയും ഒക്കെ ഈ കാണുന്ന പോലെയായി. ഈ സ്റ്റേജിലുള്ള സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം മതി. ഇതേപോലെ തളിച്ച് കൊടുത്താൽ മതി, ചീരയ്ക്കാണെങ്കിലും ബാക്കി എല്ലാ ചെടികൾക്കാണെങ്കിലും. അങ്ങനെ നമ്മുടെ പച്ചക്കറി 1 മാസമായിരിക്കുകയാണ്. നോക്കൂ, ഇത്ര വലുപ്പമായിട്ടല്ലോ. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെല്ലുന്ന നേരത്ത് നല്ല മഴയായിരുന്നു. ഈ മഴയത്ത് തോട്ടത്തിൽ നിൽക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പയറിനൊക്കെ പടർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ പന്തൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി ചെടികളൊക്കെ ഉണ്ടല്ലോ പൂത്ത് നിൽക്കാൻ തുടങ്ങി. പച്ചമുളകും ഈ വലുപ്പമായി കേട്ടോ. നമ്മളെ പയറുകളും പൂവിട്ട് തുടങ്ങി.
അങ്ങനെ ഏറെക്കുറെ 45 ദിവസങ്ങളായി കേട്ടോ. പയറും പച്ചക്കറിയൊക്കെ ഏറെക്കുറെ മൂത്ത് തുടങ്ങി. കുറച്ച് ദിവസങ്ങളൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളവെടുത്ത് തുടങ്ങാൻ പറ്റും. കണ്ടില്ലേ, നല്ല ഊശ്വരൻ പയറാണ് കേട്ടോ. നമ്മുടെ വയലിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന ആ ഒരു ചാലിൽ നിന്നാണല്ലോ നമ്മൾ വെള്ളം എടുക്കുന്നത്. ശരിക്കും ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം വേണം. ഒരു ബക്കറ്റ് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കാകെ 2 ചോട്ടിലൊക്കെ ഒഴിക്കാനുള്ള വെള്ളമേ ഉണ്ടാവുള്ളൂ. ബ്രോക്കോളിയൊക്കെ ഇവിടെ ഇത്ര നന്നായിട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇതുപോലെ തോട്ടിൽ നമ്മൾ വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് നനയ്ക്കാൻ വേണ്ടി വെള്ളം എടുക്കുന്നത്. ചോളമൊക്കെ ഏറെക്കുറെ മൂക്കാനായിട്ടുണ്ട്. ഈ പച്ചക്കറി കൃഷി പരിപാടിയിൽ ഏറ്റവും ടാസ്ക് പരിപാടിയാണ് ഈ നനയ്ക്കൽ. മോട്ടറും പൈപ്പൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ സാധാരണ രീതിയിലായതുകൊണ്ട് ഇതേപോലെ ബക്കറ്റിൽ തന്നെ കോരി നനയ്ക്കണം. ബ്രോക്കോളി അത്യാവശ്യം വലിപ്പമായിട്ടുണ്ടെങ്കിലും കോളിഫ്ലവറൊക്കെ വലുതായി വരുന്നേ ഉള്ളൂ. എല്ലാ ദിവസവും ഇതുപോലെ നനയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒന്നരാടനാണ് ഞങ്ങൾ നനയ്ക്കാറുണ്ടായിരുന്നത്. ഒന്നരാടൻ ദിവസം ആകുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ നിലമൊക്കെ ശരിക്കും വരണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് കൃത്യമായിട്ട് ഒന്നരാടൻ നനച്ചിട്ടുണ്ടാവണം. കുഞ്ഞു അവിടെ ഇരുന്നിട്ട് കാക്കപ്പഴം പറിച്ചു തന്നെയായിരുന്നു കേട്ടോ പരിപാടി. അതുപോലെ തന്നെ നമ്മൾ പഴുത്ത ഇലകളൊക്കെ ഇതേപോലെ പറിച്ച് ഇട്ട് കൊടുക്കണം. നനയ്ക്കലെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏറെക്കുറെ സന്ധ്യയാവും കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വിളവെടുക്കാൻ വേണ്ടിയിട്ട് വയലിലേക്ക് വരികയാണ്. നല്ല മഞ്ഞും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പയർ നമ്മൾ ഒരിക്കലും വലിച്ചു പറിക്കാൻ പാടില്ല. നമ്മൾ അതിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് ഇതേപോലെ തിരിച്ച് വേണം ഇത് പറിക്കാൻ വേണ്ടിയിട്ട്. ഈ കൃഷിയിലൊക്കെ ഏറ്റവും സന്തോഷം നൽകുന്നൊരു സമയമാണ് കേട്ടോ നമ്മൾ ഈ വിളവെടുപ്പ് എന്ന് പറയുന്നത്. ഏറെക്കുറെ 1 മാസത്തോളം നമ്മൾ ഈ പയർ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒന്നരാടം ദിവസങ്ങളിൽ വന്നിട്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ പയർ പറിക്കും. വയനാട്ടിലായതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഈ മഞ്ഞത്ത് വന്നിട്ട് പറിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. ശരിക്കും നമ്മുടെ കൈ മഞ്ഞുവെള്ളം വീണിട്ട് മരച്ചു പോകും. അവള് തണുപ്പാന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ സെറ്ററൊക്കെ ഇട്ട് വന്നിട്ടാണ് പയറൊക്കെ പറിക്കുന്നത് കേട്ടോ. അമ്മയ്ക്കൊന്നും ഇത് യാതൊരു കുഴപ്പമേ ഇല്ല.
ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു പണി എടുക്കുന്നില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഈ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഞാനും എടുക്കാറുണ്ട്. ആ മഞ്ഞുവെള്ളം വീണ് കിടക്കുന്ന ആ കോളിഫ്ലവർ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാ നോക്കിയേ. തിളങ്ങുന്ന തിളക്കം കണ്ടോ. പയറും തോട്ടം നോക്കിക്കേ, ഉള്ളില് വെളിച്ചം കയറാത്ത അത്രയും തിക്കായിട്ടുണ്ട്. ശരിക്കും മൂത്ത പച്ചമുളക് നോക്കി വേണം പറിക്കാൻ. ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചാ? ബിസ്ക്കറ്റ് കഴിച്ചോ? പയറിനെക്കാട്ട് ശരിക്കും നമുക്ക് ലാഭം കിട്ടിയത് പച്ചമുളകിൽ നിന്നായിരുന്നു കേട്ടോ. കാരണം പച്ചമുളക് ആ സമയത്ത് വളരെ ഡിമാൻഡായിരുന്നു. ഞങ്ങൾക്ക് കിലോയ്ക്ക് 80 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റി. ഈ കാണുന്നതാണ് ചൊരക്ക എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ തോട്ടത്തിൽ. പണിയുണ്ട്.
അങ്ങനെ ഓരോ ദിവസവും നമ്മൾ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് ആ പച്ചക്കറികളും കൊണ്ട് നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. വീട്ടിലെത്തിയിട്ട് നമുക്ക് കടയിൽ കൊടുക്കാനുള്ളതും അയൽവക്കക്കാർക്ക് കൊടുക്കാനുള്ളതും സെപ്പറേറ്റ് ആക്കി വെക്കും. വീട്ടിലെത്തിയതിന് ശേഷം ഇതുപോലെ ഓരോരോ പയറായിട്ട് എടുത്തിട്ട് അതിൽ വളഞ്ഞതും തിരിഞ്ഞതൊക്കെ ആയിട്ടുള്ളത് മാറ്റി വെച്ചിട്ട് നല്ല ഫസ്റ്റ് ക്വാളിറ്റി പയർ മാത്രമേ നമ്മൾ കടയിലേക്ക് കൊടുക്കാറുള്ളൂ. പച്ചക്കറി കൊണ്ടുവരുന്ന ദിവസം അയൽവക്കക്കാരൊക്കെ വീട്ടിലേക്ക് വരും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മുടെ അടുത്ത് നിന്ന് ഫ്രഷായിട്ട് അവർ പച്ചക്കറി മേടിച്ചുകൊണ്ട് പോകും. നല്ല അടിപൊളി മത്തങ്ങയും വെണ്ടയ്ക്കയും ചീരയും പച്ചമുളകും ബ്രോക്കോളി ലെറ്റ്യൂസ് ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വില മനസ്സിലായത് എറണാകുളത്തേക്ക് വന്നപ്പോഴായിരുന്നു കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴായിരുന്നു നമുക്ക് നാട്ടിൽ എത്ര സുലഭമായിട്ട് കിട്ടുന്ന സംഭവമാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ചുവന്ന ചീരനെക്കാട്ടും പച്ചച്ചീരയ്ക്കായിരുന്നു കുറച്ചുകൂടി കൂടുതൽ ഡിമാൻഡ്. ലെറ്റ്യൂസിൻ്റെ ഒക്കെ വലുപ്പം നോക്കിയേ. ഇതുപോലെ ഷീജേച്ചിയും ധന്യേച്ചിയും ശൈലേച്ചിയും ശോഭേച്ചിയും വിലാസിനേച്ചിയും എല്ലാ ചേച്ചിമാരും രാവിലെ തന്നെ വീട്ടിൽ വരും കേട്ടോ. അവരും നമ്മളെ സഹായിക്കും ഇതൊക്കെ തരംതിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. തലേ ദിവസമേ ഇവരൊക്കെ ഓർഡർ ചെയ്ത് വെക്കും. നാളത്തേക്ക് ഇത്ര കിലോ പയർ വേണം, 2 കെട്ട് ചീര വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കും. അച്ഛനിതൊക്കെ പെറുക്കിക്കൊണ്ട് പോകുന്നത് കണ്ടില്ലേ. താഴെ കവലയിലേക്ക് പോയിട്ട് അവിടെ കുറേ ഓർഡർ ഉണ്ട് ഓരോ വീട്ടുകാർ. അവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ് അച്ഛൻ. അവർക്കെല്ലാം കൊടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കടയിലേക്ക് കൊടുക്കാറുള്ളൂ കേട്ടോ. കൂടുതലും നമുക്ക് പയറാണ് കടയിലേക്ക് കൊടുക്കേണ്ടി വരിക. കാരണം പയർ ഒരുപാടുണ്ടാവും. എല്ലാ ദിവസവും 10, 30, 35, 40 കിലോയോളം നമുക്ക് പയറുണ്ടാവുമായിരുന്നു. അങ്ങനെ നമ്മൾ പയറുകളൊക്കെ കെട്ടുകളാക്കി തിരിച്ചതിന് ശേഷം കാറിലേക്ക് എടുത്ത് വെക്കുകയാണ്. പുളിഞ്ഞാൽ എന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ പച്ചക്കറി കൊടുക്കുന്നത്. അവിടെ അവക്കാൻ്റെ കടയുണ്ട്. അവിടെയാണ് നമ്മൾ പയർ കൊടുക്കാറ്. ഇങ്ങേരാണ് നമ്മുടെ പയറൊക്കെ എടുക്കുന്ന ആൾ കേട്ടോ. ഇവര് പയറെടുത്തിട്ട് 1-2 ആഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് ഒരുമിച്ചൊരു വലിയൊരു എമൗണ്ട് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഫണ്ട് തരിക. മൊത്തത്തിൽ നമുക്ക് വലിയ ലാഭം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷേ ഈ പച്ചക്കറി നടുന്നതും കുടുംബത്തോടു കൂടി എപ്പോഴും കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഒരു നല്ലൊരു കാര്യമല്ലേ, നല്ല രസമുള്ളൊരു കാര്യമല്ലേ. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ കൃഷിയിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള കാരണം. മൊത്തത്തിൽ നമുക്കൊരു 10-26,000 രൂപയോളാണ് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലാഭമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറക്കിയ പൈസേനെക്കാട്ടൊക്കെ ഡബിൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതല്ലല്ലോ കാര്യം. ഒരുപാട് നല്ല സമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും പ്ലസ് പോയിൻ്റായിട്ട് ഞങ്ങൾക്കിതിൽ കിട്ടിയത്. ഇവിടെ ഇപ്പം കൊച്ചിയിലേക്ക് വന്നിട്ട് 2 മാസം കൂടുമ്പം ആകെ 1-2 ദിവസം ലീവിനാണ് നാട്ടിലേക്ക് പോവാറ്. കുടുംബത്തോടൊപ്പം ചിലവഴിച്ച ആ ഒരു സമയം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് മനുശങ്കർ സൈനിങ് ഓഫ്.